പമ്പ ഇറിഗേഷൻ പ്രോജക്ട് കനാലിൽ വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് മാലിന്യം അടിഞ്ഞുകൂടിയത് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തി. മാന്നാർ പഞ്ചായത്ത് 4-ാം വാർഡിൽ കുരട്ടിശ്ശേരി കുറ്റിയിൽ ഭാഗത്തെ PIP കനാലിലാണ് മാലിന്യം അടിഞ്ഞുകൂടിയത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ കുരട്ടിശ്ശേരിയിൽ കുറ്റിയിൽ ഭാഗത്തെ PIP കനാലിലാണ് മാലിന്യം അടിഞ്ഞുകൂടിയത്. കഴിഞ്ഞ ആഴ്ചയിൽ വാർഡ് മെമ്പർ ശാലിനി രഘുനാഥിന്റെയും വിഷവർശ്ശേരിക്കര യൂത്ത് ക്ലബിന്റെയും പരിസരവാസികളുടെയും നേതൃത്വത്തിൽ മാലിന്യങ്ങൾ വാരി വൃത്തിയാക്കിയിരുന്നു. തുടർന്ന് കുറ്റിയിൽ ഭാഗത്തെ കനാൽ തുറന്നുവിട്ടപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും മദ്യക്കുപ്പികളും വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുകയും കനാൽ കവിഞ്ഞ് മലിനജലം സമീപത്തെ വീടുകളിലേക്ക് ഒഴുകുകയും ചെയ്തു. പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഓഫീസിൽ വിവരം അറിയിച്ചു. പമ്പിംഗ് നിർത്തിവെപ്പിക്കുകയും ചെയ്തു. എന്നാൽ മാലിന്യങ്ങൾ നിറഞ്ഞ കനാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ദുർഗന്ധവും കൊതുകിന്റെ ശല്യവും മൂലം പകർച്ചവ്യാധികൾ പിടിപെടുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ഈ വേസ്റ്റും എല്ലാം കൂടെ ഇരച്ചു കയറി ഇങ്ങോട്ട് വരികയായിരുന്നു. ഞങ്ങളിവിടെ ഈ പരിസരവാസികളായ ആൾക്കാർ, അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലബിൻ്റെ പിള്ളേരുണ്ട്, വിഷവർശ്ശേരിക്കര യൂത്ത് ക്ലബ്ബ്, അതിൻ്റെ എല്ലാവരും കൂടി ഇത് വൃത്തിയാക്കി ഇട്ടിരുന്നായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ്. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഉള്ള വേസ്റ്റുകളൊത്ത് ഇവിടുന്ന് അങ്ങി അറ്റം വരെ ഏതാണ്ട് 150 മീറ്ററോളം അടിഞ്ഞു കിടക്കുകയാണ്. 2018 പ്രളയകാലത്ത് ഇതുപോലെ കനാല് പൊട്ടിയൊലിച്ചപ്പോൾ അന്ന് MLA നേതൃത്വത്തിൽ അതിന് ശേഷം അതിൻ്റെ അകമെല്ലാം വൃത്തിയായിട്ട് തേച്ച് തന്നതാണ്. പക്ഷെ അതിന് ശേഷം ഇപ്പോഴാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇത്ര രൂക്ഷമായിട്ട് ഈ വെള്ളം അങ്ങോട്ട് പൊങ്ങിയിട്ട് ഈ വീടിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ. 16ഓളം വീടുകളിൽ ഉണ്ട്. ഇതുപോലെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വേണം. മെമ്പർ വന്ന് ഇവിടെല്ലാം നോക്കി അതിൻ്റെ അധികാരികളെയൊക്കെ വിളിച്ചിട്ട് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിത് വൃത്തിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. അവരാരും ഇവിടെ വന്ന് കണ്ടിട്ടൊന്നുമില്ല. അവർ പറയുന്നത് അവർ വന്നെന്നാണ് പറയുന്നത്. അപ്പം വന്നില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാലും വന്നില്ലെങ്കിലും ഇത് വൃത്തിയാക്കി തരും. അതേപോലെ തന്നെ വെള്ളം ഇപ്പം കർഷകർക്ക് വെള്ളം കിട്ടണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, കുറേശ്ശെയായിട്ട് തുറന്നു വിട്ട് കൊടുത്തുകൊണ്ട് മറ്റുള്ള ഇതുപോലെ അപ്പുറത്തൊരു പാമ്പിനെ കണ്ടു. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഒരു ശാശ്വത പരിഹാരം ഉണ്ട്. അതുപോലെ ഇതിന്റെ പുറവശം കൂടെ തേച്ചാൽ അതും ഭംഗിയായിരിക്കും. ഏറ്റവും പ്രധാനം ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഒരു പൈപ്പാണ്, ഒരു 35 മീറ്ററോളം കിടക്കുന്ന ആ പൈപ്പ് ശാശ്വതമായിട്ട് മാറ്റിക്കൊണ്ട് അവിടെ ഇതുപോലെ കനാലാക്കണം. ആക്കിയെങ്കിൽ മാത്രം ശാശ്വത പരിഹാരം. അല്ലെങ്കിൽ അവിടെ വന്നാണ് ഈ കെട്ടിക്കിടക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ കിടക്കുന്നത്. അതിന് വേണ്ടി ഒരു പരിഹാരം കണ്ടെത്തുക. കനാലിൽ വെള്ളം നിറയുന്നതോടെ കനാലിന്റെ ഭിത്തിയുടെ വിടവുകളിലൂടെ വെള്ളം ഒഴുകുകയും പ്രദേശത്തെ 16ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നത് പതിവാണ്. കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള വലിയ പമ്പിനുള്ളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് കനാലിലെ വെള്ളം ക്രമാതീതമായി ഉയരാൻ കാരണം. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് പമ്പ ഇറിഗേഷൻ പ്രോജക്ട് ഡിപ്പാർട്ട്മെന്റിനെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം താഴുന്നതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ തന്നെ മാലിന്യങ്ങൾ നീക്കി കനാൽ ശുചീകരിക്കുമെന്ന് PIP ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു, ഓവർസിയർ സജി എന്നിവർ അറിയിച്ചു. മാന്നാർ.